Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഇതിന് മുൻപത്തെ വീഡിയോസിൽ വി ഹാവ് ഡിസ്കസ്ഡ് ഇൻസേർഷൻ ആൻഡ് ട്രാവേഴ്സൽ രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ആസ് ഇൻ ദ കേസ് ഓഫ് ഇൻസേർഷൻ നമുക്കവിടെ ഇൻസേർഷൻ്റെ 3 ഡിഫറെൻറ്റ് സെനേറിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഡിലീഷൻ്റെ കേസിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. വി ക്യാൻ ഡിലീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ എടുത്ത് റിമൂവ് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ റിമൂവ് എ നോഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ, ഡിലീഷൻ അറ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവും. ആ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഹെഡർ എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഹെഡർ എന്ന് പറയുന്ന നോഡിന് ശേഷം വരുന്ന നോഡിനെ റിമൂവ് ചെയ്യുക, അതാണ് ഡിലീഷൻ അറ്റ് ഫ്രണ്ട്. ഇനി ഡിലീഷൻ അറ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഏറ്റവും അവസാനത്തെ നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഡിലീഷൻ ഫ്രം എനി പൊസിഷൻ. നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും ഇന്ന പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ഡേറ്റയുള്ള നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അൽഗോരിതത്തിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡിലീറ്റ് ദാറ്റ് പെർട്ടിക്കുലർ നോഡ്. അപ്പോൾ അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഡിലീഷൻ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻസേർഷൻ്റെ കേസിൽ ഇൻസേർഷൻ്റെ അൽഗോരിതത്തിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊസീജിയറായിരുന്നു ഗെറ്റ് നോഡ് അല്ലേ. അപ്പോൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എങ്ങനെ ഒരു പുതിയൊരു എലമെൻറ്റിനെ നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ മെമ്മറി ഫോർ ഇറ്റ് അല്ലേ. നമ്മുടെ ഫ്രീ സ്പേസ് ഓഫ് മെമ്മറിയിൽ അല്ലെങ്കിൽ അവൈലബിൾ മെമ്മറിയിൽ നമുക്ക് ഒരു പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് മെമ്മറിയിൽ അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറായിരുന്നു ഗെറ്റ് നോഡ്. അങ്ങനെ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നോഡ് നമുക്ക് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസേർഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നേരെ റിവേഴ്സാണ് ഇവിടെ ഡിലീഷനിൽ സംഭവിക്കുന്നത്. അതായത് ഡിലീഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ നമ്മൾ ഫ്രീ ആക്കി മാറ്റുകയാണ് അല്ലേ. ഫ്രീ ആക്കി മാറ്റിയിട്ടുള്ള ഈ നോഡിനെ ഡൈനാമിക് മെമ്മറി അലൊക്കേഷനിൽ നമ്മൾ ഈ കോൺസെപ്റ്റ് പറഞ്ഞതാണ് അല്ലേ. എന്ത് ചെയ്യുന്നു, ഗാർബേജ് കളക്ടർ നമ്മുടെ മെമ്മറി സ്പേസിലേക്ക് അവൈലബിൾ പൂൾ ഓഫ് മെമ്മറിയിലേക്ക് ഈ ഫ്രീ ആക്കി കിട്ടിയിരിക്കുന്ന നോഡിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് റിട്ടേൺ നോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്പോസ് നമ്മുടെ ഫ്രീ സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഫ്രീ പൂൾ ഓഫ് സ്പേസസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് അവൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അവൈൽ എന്ന് പറയുന്നത് N1ലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. N1 എന്ന് പറയുന്നത് N2ലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. N2 ഇസ് ദ ലാസ്റ്റ് ഫ്രീ നോഡ്. ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതായത് ഞാൻ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്തു. സപ്പോസ് ഈ നോഡിനെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഈ നോഡിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്ററാണ് PTR എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഈ നോഡിനെ ഈ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ സ്പേസിലേക്ക് ആഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നോഡിനെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഫ്രീ സ്പേസിലേക്ക്, ആ നോഡിനെ ലാസ്റ്റ് നോഡായിട്ടാണ് അവൈലൻ്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെയും കുറച്ച് അപ്ഡേഷൻസ് വരും അല്ലേ. അപ്പോൾ റിട്ടേൺ നോഡിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ നോഡ് അൽഗോരിതം ഇസ് യൂസ്ഡ് ടു റിട്ടേൺ എ നോഡ് ഹാവിംഗ് എ പോയിന്റർ PTR ടു ദ ഫ്രീ പൂൾ ഓഫ് സ്റ്റോറേജ്. The node is inserted at the end of the list avail. ഓക്കെ, ഇനി അവൈലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ നോഡായിട്ട് ഈ PTR എന്ന് പറയുന്ന നോഡ് റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ മാറ്റങ്ങൾ വേണ്ടി വരും. എന്തൊക്കെ വേണ്ടി വരും, ദെൻ PTR ബിക്കംസ് ദ ലാസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡ് ആകുമ്പോൾ തന്നെ PTRൻ്റെ ലിങ്ക് നള്ളിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ N2 ആണ് നമ്മുടെ കറൻ്റ്ലി ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ N2ൻ്റെ ലിങ്ക് നള്ള് എന്നുള്ളത് മാറ്റിയിട്ട് N2 ഷുഡ് പോയിന്റ് ടു PTR. അങ്ങനെ ഒരു ചേഞ്ചും കൂടെ നമ്മൾ റിട്ടേൺ നോഡിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിലീഷൻ ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. കാരണം നമ്മളൊരു നോഡിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നോഡ് പിന്നെ ഫ്രീ ആണ്. അപ്പോൾ ആ നോഡിനെ എന്ത് ചെയ്യണം, മെമ്മറി ബാങ്കിലേക്ക് റിട്ടേൺ ചെയ്യണം. അതിനുള്ള പ്രൊസീജിയറാണ് റിട്ടേൺ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിട്ടേൺ നോഡിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നതെന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ വി വിൽ ഡിസ്കസ് ദ അൽഗോരിതം ഓഫ് റിട്ടേൺ നോഡ്.
എങ്ങനെയാണ് റിട്ടേൺ നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ അൽഗോരിതം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അവൈൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്രീ പൂൾ ഓഫ് സ്പേസിലേക്കാണ് നമുക്ക് നമ്മുടെ ഈ ഡിലീറ്റ് ചെയ്തത് ഈ പെർട്ടിക്കുലർ PTR എന്ന് പറയുന്ന പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു നോഡിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, അവൈൽ എന്ന് പറയുന്ന ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നു PTR അവൈൽ ഈക്വൽ ടു അവൈൽ. അതായത് ഞാനിവിടെ മറ്റൊരു പോയിന്റർ എടുത്തിട്ടുണ്ട് PTR അവൈൽ. PTR അവൈൽ ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവൈലിലേക്കാണ്. അതിനുശേഷം അവിടെ ചെയ്യുന്നത് റിപ്പീറ്റ് സ്റ്റെപ്പ് 4 വൈൽ PTR അവൈൽ ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. നമുക്ക് എന്താ വേണ്ടത്, ഈ PTR അവൈൽ എന്ന് പറയുന്ന പോയിന്റർ ഏറ്റവും ആദ്യം ഇങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് നോഡിനെ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് അതായത് ഇവിടെ ട്രാവേഴ്സ് ചെയ്ത് നമ്മുടെ ലിസ്റ്റിൻ്റെ അവൈൽ എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിലേക്ക് എത്തണം. ലാസ്റ്റ് നോഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും, ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പോർഷൻ നള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. എപ്പോഴാണോ PTR അവൈലിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാവുന്നത്, ആ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, PTR അവൈൽ ഈക്വൽ ടു PTR അവൈൽ ഓഫ് ലിങ്ക്. അതായത് ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. PTR അവൈലിൻ്റെ ലിങ്ക് പോർഷൻ നോട്ട് ഈക്വൽ ടു നള്ളാണ്. സോ ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്, PTR അവൈലിൻ്റെ ലിങ്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് PTR അവൈലിലേക്ക് വെക്കുക. ഈ PTR അവൈൽ ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവൈലിലേക്കാണ്, അവൈൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് N1ലേക്കാണ്. സോ PTR അവൈൽ ഇനി പോയിന്റ് ചെയ്യുക N1ലേക്കായിരിക്കും. ഇനി അഗെയിൻ ഈ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ PTR അവൈലിൽ N1 ആണുള്ളത്. N1ൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ, അതെ. അതായത് N1 അല്ല നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ലാസ്റ്റ് നോഡ്. സോ അഗെയിൻ ഈ കണ്ടീഷൻ ട്രൂ ആവും. സ്റ്റെപ്പ് 4 നമ്മൾ റിപ്പീറ്റ് ചെയ്യും. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്, PTR അവൈൽ ഈക്വൽ ടു PTR അവൈൽ ഓഫ് ലിങ്ക്. അതായത് ഇപ്പോൾ PTR അവൈലിൽ ലിങ്ക് പോർഷനിൽ എന്താണോ ഉള്ളത്, ഇപ്പോൾ PTR അവൈൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് N1ലേക്കാണ്, N1ൻ്റെ ലിങ്ക് പോർഷൻ പോയിന്റ് ചെയ്തിരിക്കുന്നത് N2ലേക്കാണ്. സോ നൗ PTR അവൈൽ വിൽ പോയിന്റ്സ് ടു ദ നോഡ് N2. പക്ഷേ N2നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം N2ൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള PTR അവൈലിൻ്റെ ലിങ്ക് പോർഷൻ ഇസ് നൾ. സോ ദിസ് കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്. ഓക്കെ, ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 എന്ന് പറയുന്ന സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 5 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. 5 എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, PTR അവൈൽ ഓഫ് ലിങ്ക് ഈക്വൽ ടു PTR. അതായത് ഇതാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അവൈൽ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്ത് ചേർക്കണം, PTR എന്ന് പറയുന്ന ഈ ഒരു പുതിയ നോഡ്. നമുക്ക് PTR എന്ന് പറയുന്ന നോഡല്ല, ഈ PTR എന്ന് പറയുന്ന പോയിന്റർ ഏത് നോഡിലേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഈ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡായിട്ട് ആഡ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഈ N2 എന്ന് പറയുന്ന നോഡാണ് ഇപ്പോൾ PTR അവൈലിലുള്ളത് അല്ലേ. അപ്പോൾ PTR അവൈലിൻ്റെ ലിങ്ക് പോർഷൻ PTRലേക്ക് പോയിന്റ് ചെയ്തിരിക്കണം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ഇത് ഇങ്ങനെയാക്കി മാറ്റും. ഓക്കെ, PTR അവൈലിൻ്റെ ലിങ്ക് പോർഷൻ PTRലേക്ക് പോയിന്റ് ചെയ്തു. ഇനി ഈ PTR ആണ് ഇനി അവൈൽ എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ്, ഫ്രീ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ 2 കാര്യങ്ങൾ ചെയ്യണം. PTRൻ്റെ ഡാറ്റ പോർഷൻ നള്ളാക്കി വെക്കണം, ബിക്കോസ് ഇറ്റ് ബിക്കംസ് എ ഫ്രീ നോഡ് അല്ലേ. ഫ്രീ നോഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ PTRൻ്റെ ഡാറ്റ പോർഷനിൽ എന്താണുള്ളത് അത് കളഞ്ഞ് നള്ളാക്കി വെക്കുക. അഗെയിൻ PTRൻ്റെ ലിങ്ക് പോർഷനും നള്ളാക്കി വെക്കുക. സോ ദിസ് ബിക്കംസ് ദ ലാസ്റ്റ് നോഡ് ഓഫ് ദിസ് അവൈൽ ലിങ്ക്ഡ് ലിസ്റ്റ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ നോഡിനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യുമ്പോൾ വെറുതെ നമുക്ക് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഡിലീറ്റ് ചെയ്ത് കളയുന്ന നോഡിനെ അവൈൽ എന്ന് പറയുന്ന അതായത് നമ്മുടെ മെമ്മറി ബാങ്കിൻ്റെ ലാസ്റ്റ് നോഡായിട്ട് ആഡ് ചെയ്ത് ചേർക്കും കൂടെ വേണം. അതിനുള്ള പ്രൊസീജിയറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്, റിട്ടേൺ നോഡ്. ഇനി നമുക്ക് 3 രീതിയിലാണ് ഡിലീഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റുക. ഡിലീഷൻ അറ്റ് ഫ്രണ്ട്, ഡിലീഷൻ അറ്റ് എൻഡ് ആൻഡ് ഡിലീഷൻ അറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. അപ്പോൾ ഇതിന് 3ൻ്റെയും അൽഗോരിതവും എക്സാമ്പിൾസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.